മുൻ എം.എൽ.എ. ആയിഷ പോറ്റി കോൺഗ്രസിൽ ചേർന്നതിനെ വിമർശിച്ച CPIM കേന്ദ്ര കമ്മിറ്റി അംഗവും മുൻ ധനമന്ത്രിയുമായ ഡോക്ടർ TM തോമസ് ഐസക് ഒരു തവണ മത്സര രംഗത്ത് നിന്ന് മാറ്റിയതിന്റെ പേരിൽ പാർട്ടി വിടുന്നത് അവസരവാദ നിലപാടാണെന്ന് ഐസക് പറഞ്ഞു. ആയിഷ പോറ്റി കോൺഗ്രസിൽ ചേർന്നത് അത്യന്തികം ദൗർഭാഗ്യകരമാണെന്നും ഏതൊരാൾ പ്രസ്ഥാനം വിട്ടു പോകുമ്പോഴും നഷ്ടബോധമുണ്ടെന്നും ഐസക് പറഞ്ഞു. ഇത്രനാൾ CPIM MLA ആയിരുന്നയാൾ ഒരു തവണ മത്സരരംഗത്ത് നിന്ന് മാറ്റിയതിന്റെ പേരിൽ പാർട്ടി വിടുമ്പോൾ അത്രയധികം അവസരവാദ നിലപാടുണ്ട് എന്നാണ് കാണേണ്ടതെന്ന് തോമസ് ഐസക് പറഞ്ഞു. പാർട്ടി തന്ന അംഗീകാരങ്ങൾ ഓർക്കണം. ഇത്തരം അവസരവാദപരമായ നിലപാട് കൊട്ടാരക്കരയിലെ ജനങ്ങൾ അംഗീകരിക്കില്ല. പക്ഷേ അതുകൊണ്ട് ഒരു മാറ്റവും LDFിൽ ഉണ്ടാകില്ലെന്നും ഐസക് പറഞ്ഞു. പാർട്ടി വിടുന്നവർ മോശം തന്നെയാണെന്നും CPIMൽ വരുന്നവർ ശരിയായ പാതയിലാണെന്നും ഐസക് ചൂണ്ടിക്കാട്ടി. മുൻ MLA രാജേന്ദ്രൻ BJPയിലേക്ക് പോകുന്നതായ വാർത്ത കേട്ടിരുന്നു. അതൊന്നും കേരള രാഷ്ട്രീയത്തെ ബാധിക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. കേരള കോൺഗ്രസ് ഇടതുമുന്നണിയിൽ തുടരുമെന്ന് ജോസ് കെ മാണി വ്യക്തമാക്കിയിട്ടുണ്ട്. തോമസ് ഐസക് പറഞ്ഞു. മന്ത്രി റോഷി അഗസ്റ്റിനും വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ആ കാര്യത്തിൽ ഒരു സംശയമില്ല. UDF വലിയ വിഷമത്തിലാണ്. LDFിൽ നിന്നും ആരെങ്കിലും അടർത്താനാകുമോ എന്നാണ് അവർ നോക്കുന്നത്. വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF വിജയം ആവർത്തിക്കുമെന്നും തോമസ് ഐസക് പറഞ്ഞു. മല്ലയ്യ ജ്വല്ലേഴ്സ്, ഓട്ടുപാറ, വടക്കാഞ്ചേരി. ഫോൺ 0488423266. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ Anytime News.